എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാ ഇന്നലത്തെ എൻ്റെ ലൈവിൻ്റെ കമൻറ്റിലെ ചാറ്റ്സ് ആണിത്. ഇതിൽ 169 ഇതിൽ മോസ്റ്റ്ലി എല്ലാം കണ്ട. ടു ബി ഓണസ്റ്റ് ഞാൻ ഷെയ്ഖ് ഫാൻ ആയിരുന്നു. ബട്ട് നൗഡേ ഷെയ്ഖിൻ്റെ ബിഹേവിയർ അങ്ങോട്ട് തുടങ്ങി. ഷിബുവിനെ പോലത്തെ 3-4 ഹാർപ്പ് ചെയ്യുന്നവർ പറഞ്ഞാണ്ട് ഹെൽ ഷെയ്ഖ് ഇതാ ഇവനൊന്നും ഏതാന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവനൊക്കെ ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടാർഗറ്റിങ് അക്കൗണ്ട്സും പിന്നെ അതേപോലെ നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടിങ്ങാണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് ഷിബു ടി വി ഒക്കെ ഉണ്ടാകണമെന്നോ നമ്മൾ ആരും കുറ്റം പറയണ്ടടാ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ MRCക്ക് സത്യം പറയാലോ, ടു ബി ഹോണസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MRCക്ക് വലിയൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, വലിയൊരു ഓഡിയൻസ്. അഥവാ പിന്നെ നമുക്കൊക്കെ 5K 4K വാച്ചിങ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്ന ആ സംഭവം നമ്മളായിട്ട് കൊണ്ടുപോയി കളഞ്ഞതാണ്. ഇതേപോലെ KVN TVN ഒക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഓഡിയൻസിനെ തന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വലിയൊരു ഓഡിയൻസിനെ നമ്മൾ തന്നെ കളഞ്ഞിക്കണേ. അതൊക്കെ ചെയ്യാനുണ്ടായിരുന്ന റീസൺ, ഞാനും മാക്കും അതൊക്കെ ഞങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന റീസൺ ഈ പറയുന്ന പോലെ വെറുതെ ഒരു വലിയ കോൺട്രവേഴ്സിയിലോ അല്ലെങ്കിൽ വലിയൊരു അൺനെസസറി സിറ്റുവേഷൻസോ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി മനഃപൂർവ്വം നമ്മൾ വേണ്ടാന്ന് വെച്ച കുറേ സംഭവങ്ങൾ കാരണം കൊണ്ടാണ് നമ്മളെ ഓഡിയൻസിനെ തന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞത്. അതും എന്തിനാ നമ്മളെ ഗ്യാങ് മെമ്പേഴ്സിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഗ്യാങ് മെമ്പേഴ്സിനെ വാല്യൂ ചെയ്യാത്തതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ചെയ്തത്. നമ്മൾ TVN KVN റെസ്പെക്ട് ചെയ്തതിൻ്റെ പേരിൽ ലോസായ വലിയൊരു ഓഡിയൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. മെയിൻലി നമ്മൾ ഓഡിയൻസിനെ ഡിസപ്പോയിൻ്റ് ആയി പോയ കാര്യമുണ്ട്. വാട്ട് എവർ, അത് മാറ്റർ അല്ല. ഞാൻ ആ ഓഡിയൻസ് നമുക്ക് വാച്ചിങ് അത്ര കിട്ടണം അങ്ങനത്തെ കൺസേണിൽ പറയുന്ന ഒരു സംഭവമൊന്നുമല്ല. മെയിൻലി ഇപ്പം ഇന്ന് വന്ന് പറയാനുള്ള ഒരു ലൈവ് ഇപ്പോൾ ഇടാനുള്ള ഒരു റീസൺ, ഇന്നലത്തെ ഷിബുവിൻ്റെ ഒരു കേസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലാണ് കുറേ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം ഷിബുവിൻ്റെ കേസിൽ ഷിബു ഈ പറഞ്ഞ പോലെ ഇന്നലെ ഞാനും ഷിബുവിനെ പറ്റിയാണ്ട് ലൈവിലിരുന്നാണ്ട് ഓന് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൻ കളിക്കണ്ടോ ഇറങ്ങിക്കോട്ടെ എന്നുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മെയിൻലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കറൻ്റ്ലി ഈ ഗ്യാങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നടത്തുന്നത് ആരാന്ന് കരുതിയിട്ടാണ് നിങ്ങൾ. ഞാനാണെന്നുള്ളത് മാത്രം പറയുന്നതല്ല, ഞാനും മാക്കും തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാങ് ഇപ്പോൾ കറൻ്റ്ലി നോക്കിക്കൊണ്ട് പോണത്.